ലോകകപ്പിന്റെ ആവേശം വാനോളം എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ലോകകപ്പ് പ്രവചനം നടത്തിയതിൽ ഏറ്റവും കൃത്യമായി ആ മത്സരത്തിന്റെ ഫലം എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞ ഒരാളുണ്ട്. നമുക്കെല്ലാം പ്രിയങ്കരനായ EP ആണ് ആ ഫലം കൃത്യമായി പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ ഫലം 100% ശരിയായിരുന്നു. ഇത്തവണ എന്താണ് സൂചനകൾ? ലോകകപ്പ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലോകമാകെ ആ ലോകകപ്പ് മത്സര വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മെക്സിക്കോവിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ സമ്മേളിച്ചു എന്നാണ് കേട്ടത്. അവിടെ 1 ലക്ഷമാണെങ്കിൽ ലോകം മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. ആളുകൾ പല രാജ്യങ്ങളിലും പല സമയത്താണല്ലോ ഇത്. ഉറക്കമൊഴിഞ്ഞും രാവിലെ എഴുന്നേറ്റും ഒക്കെ ആയിട്ട് ഈ കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫുട്ബോൾ സ്പിരിറ്റാണ്. ഇപ്പം ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഈ മത്സരത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെല്ലാം നിരീക്ഷിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞത് അർജന്റീന ലോകകപ്പ് നേടിയെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോഴും അതിന്റെ സാഹചര്യം തന്നെയാണുള്ളത്. കാരണം അർജന്റീന ആ ലോകകപ്പ് നേടിയതിനു ശേഷം ആ കപ്പ് നിലനിർത്താനുള്ള പരിശീലനങ്ങളും നടപടികളും സ്വീകരിച്ചു. നല്ല തരത്തിലുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തി, ഫുട്ബോൾ പ്രേമികളെ കണ്ടെത്തി, ഫുട്ബോൾ കളിക്കാരെ കണ്ടെത്തി, അതിന് വലിയ പ്രോത്സാഹനം കൊടുത്ത് ഒരു നല്ല സംരംഭമാക്കി മാറ്റി. അതുകൊണ്ട് അർജന്റീന ലോകകപ്പ് നേടും എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. ജയരാജേട്ടന് ഈ അർജന്റീനയോട് ഇത്രമേൽ പ്രിയം വരാനുള്ള ഒരു കാരണം എന്താണ്? അത് വേറെ പ്രിയമല്ല, ഫുട്ബോൾ കളിയിൽ അവർക്കുള്ള വൈദഗ്ധ്യമാണ് നമ്മളെല്ലാം ആകർഷിക്കുന്നത്. മറ്റ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ ജനങ്ങളുടെ സ്ഥിതിഗതികളോ സോഷ്യലിസ്റ്റാണോ അല്ലയോ എന്നുള്ളതേ അല്ല. ആ രാജ്യത്തിലെ ഈ ഫുട്ബോളിനോട് ആഭിമുഖ്യമുള്ള ജനത, ആ കളിയിൽ താല്പര്യമുള്ളവർ, അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന, ലോകത്തിലെ ഉന്നത നിലവാരത്തിലെത്തിയിട്ടുള്ള കളിക്കാരവിടെയുണ്ട്. ആ കളിക്കാരുടെ അവരുടെ മികവാണ്, ആ കളിക്കാരുടെ കഴിവാണ് ഈ അർജന്റീനയോട് താല്പര്യമുണ്ടാകാൻ കാരണം. ഇനി അർജന്റീനയുടെ കളിയെല്ലാം മോശമാണെങ്കിൽ പിന്നെ ആരെങ്കിലും അർജന്റീനയോടൊപ്പം നിൽക്കും? അവരുടെ കളിയുടെ മികവ് ഒരു ഫുട്ബോൾ പ്രേമിയെ, ഒരു ഫുട്ബോൾ താല്പര്യമുള്ളവരെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് അർജന്റീന ഈ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് നല്ല കളിക്കാരൻ, നല്ല പ്ലേയേഴ്സാണ്, നല്ല ടീമാണ്, അവർ ജയിക്കുമെന്ന് പറയുന്നത്. നമ്മുടെ മലബാറിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമായിരുന്ന സ്ഥലം വളപട്ടണവും പാപ്പിനിശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതിനൊരു കുറവ് വന്നിട്ടുണ്ടോ? പക്ഷെ ഇപ്പോൾ ഒരു അഭിമാന നേട്ടം കൈവരിക്കാനും വളപട്ടണത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നമ്മുടെ ഈ പോലീസ് മൈതാനത്ത് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ പ്രമുഖ ടീമുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. വളപട്ടണത്തെ ഇന്നത്തെ ആ മൈതാനം, പഞ്ചായത്ത് മൈതാനം, ഇന്റർനാഷണൽ കളിക്കാരൊക്കെ വന്ന് കളിക്കുന്ന കളിസ്ഥലമായിരുന്നത്. നീഗ്രോകൾ, യൂറോപ്യൻസ്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെയും, ഇപ്പോൾ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പല കളിക്കാരും അവിടെ വരും. അവരെ കൊണ്ടുവന്ന് കളിപ്പിക്കും, അവരുടെ ടീമുകൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ വളരെ പഴയ കാലം മുതലേ പ്രശസ്തമുള്ളൊരു നാടാണ് വളപട്ടണം, ഈ പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ. പക്ഷെ ഇപ്പോൾ ഫുട്ബോളിന്റെ രംഗത്ത് മലപ്പുറമാണ് മുമ്പിൽ നിൽക്കുന്നത്. മലപ്പുറക്കാർ ഫുട്ബോളിൽ എന്നെ വളരെയധികം സ്നേഹിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നൊരു നില ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് മലബാറാണ് ഫുട്ബോളിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. ജയരാജേട്ടൻ നേരത്തെ കായിക മന്ത്രി കൂടിയായിരുന്നു. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നല്ല മികവുറ്റ താരങ്ങളെ ഇത്തരത്തിൽ ഫോം ചെയ്ത് വരാൻ സാധിക്കാത്തത്? എന്താണ് ജയരാജേട്ടന് തോന്നിയത്? അതിന് പല ഘടകങ്ങളുമുണ്ട്. ഒന്ന്, ഇത് ഒരു പ്രത്യേകം ഓരോരുത്തരും വളർന്നു വരുന്ന വാസനയാണ്. ആ വാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഫലപ്രദമായ സംവിധാനമൊന്നും ഇവിടെയില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ലോകരംഗത്തൊക്കെ മികവ് പുലർത്തിയിട്ടുള്ള വലിയ അത്ലറ്റിക് താരങ്ങളുണ്ടല്ലോ, കായിക താരങ്ങൾ. അവരെങ്ങനെയാ? യഥാർത്ഥ പലരും പരിശീലിച്ചു വന്നവരല്ല. നമുക്കതിൻ്റെ ഒരു പശ്ചാത്തലമില്ല. ഒന്ന്. രണ്ട്, അത്തരം ആളുകളെ ഇപ്പം ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ, പരിശീലനം കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ സ്പോർട്സിൽ കായിക മികവ് പുലർത്തിയിരിക്കുന്നവർക്ക്, അതിലേറ്റവും നാഷണൽ ഇന്റർനാഷണൽ മെഡലുകൾ നേടുന്നവർക്ക് സർക്കാർ തന്നെ ജോലി കൊടുക്കുന്നൊരു പദ്ധതി തയ്യാറാക്കി 400-ലധികം ആളുകൾക്ക് LDF ഗവൺമെന്റ് ജോലി കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ കണ്ടത്, അവർ ജോലി കിട്ടിയതോടുകൂടി ജോലിയുടെ ഭാഗത്ത് പോയി. പിന്നെ ഈ കായിക രംഗത്തെ അവർ ഉപേക്ഷിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളത്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗവൺമെന്റ് ഒരു രാജ്യത്തിന്റെ പൊതു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിന് പ്രത്യേകമായ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി വേണം അതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ. അതിന് വേണ്ടത്ര പ്രചോദനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പരമ യാഥാർത്ഥ്യമാണ്, ദുഃഖകരമാണ്. കളിക്കാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ജയിച്ചു വന്നാൽ, മെഡലും വാങ്ങി വന്നാൽ ഇവിടെ ഒരു സ്വീകരണം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതോടുകൂടി അവരുടെ എല്ലാ കായിക രംഗവും അവസാനിക്കും, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ അവിടെ കൊണ്ട് അവസാനിക്കും. അതിനു പകരം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ലോകത്തിൽ തന്നെ പ്രശസ്തരായ പരിശീലകരെ കൊണ്ടുവന്ന് പരിശീലനം കൊടുക്കുക, ഓരോന്നിനും പ്രത്യേകമായിട്ട് പരിശീലനം കൊടുക്കുക, അതിന്റെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കുക, അതിന് സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ അതിൽ മികവുറ്റവരെ കണ്ടെത്തുക. അങ്ങനെയൊക്കെയാണ് ഞാനന്ന് ശ്രമിച്ചിരുന്നു. നമ്മളൊരു ലോങ് ജമ്പിൽ ശങ്കർ ഉണ്ടായിരുന്നു പാലക്കാട്. ഞങ്ങൾ പ്രത്യേകിച്ച് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തി പരിശീലനം കൊടുത്ത്, പിന്നീട് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ലോക മത്സരത്തിൽ തന്നെ പങ്കെടുത്തു എന്നാണ്. അങ്ങനെയുള്ള വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല. എന്തായാലും അർജന്റീന ഇത്തവണ കപ്പടിക്കും. അതിനുള്ള മികവുറ്റ ടീമാണ് ഇത്തരത്തിൽ അർജന്റീനയ്ക്കുള്ളത് എന്നതാണ് ഇ.പി. ജയരാജൻ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവചനം ഫലിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.